ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചസ് വെയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും വാഴയ്ക്കപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് വാഴയ്ക്കപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലോട്ട് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ ടേബിൾ സ്പൂണിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരം താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം സോഡാപ്പൊടി, അപ്പോൾ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലേശം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചെറിയ അളവിൽ മതി. മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും അളവ് നോക്കി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു ചുമന്ന കളറൊക്കെ വരും. എനിക്ക് എന്തായാലും ആ മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആയപ്പോൾ ചെറിയൊരു ചുമന്ന കളർ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ അപ്പോഴപ്പോഴായിട്ടും വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇത് ചേർക്കാൻ വേണ്ടി ഇത് ഇത്രയായിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ ഒരു വെള്ളത്തിൻ്റെ അളവ് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലായിരിക്കും. നിങ്ങൾ സ്പൂൺ വെച്ച് ചെയ്താലും മതിയാകും. പിന്നെ എന്താ പഴമൊക്കെ തണ്ട് ഒരു പഴത്തിനെ 2 ആക്കി ഇതുപോലെ ആക്കിയിട്ട് 3 ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിന്, കുറച്ചുകൂടി നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇടാനും എടുക്കാനൊക്കെ എളുപ്പത്തിൽ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പഴം 2 ആക്കിയതിന് ശേഷം ഇതുപോലെ 3 ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പഴം ആക്കിയെടുക്കുക. ചെറിയതായിട്ട് ചരിച്ച് കട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇനി നമുക്ക് എണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ എണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ മാവിലൊന്ന് നല്ലതുപോലെ മുക്കിയിട്ട് അങ്ങനെ നമ്മുടെ വാഴയ്ക്കപ്പം എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ലെവലിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് കുറച്ചെടുക്കുക, അല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞ് മുരിഞ്ഞൊക്കെ പോവും. ഒന്ന് ചെറുതായിട്ട് മാവൊന്ന് വെന്തതിന് ശേഷം ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് പഴംപൊരി എന്നാണോ പറയുന്നത്, വാഴയ്ക്കപ്പം എന്നാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രംകാർ വാഴയ്ക്കപ്പം എന്നാണ് കൂടുതലും പറയാറ്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ നോമ്പ് സമയങ്ങളിൽ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. നോമ്പ് സമയങ്ങളിൽ നമ്മൾ സ്നാക്സ് തയ്യാറാക്കാൻ കുറച്ച് ലേറ്റ് ആവണതിൻ്റെ അന്ന് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഇടയ്ക്കെങ്കിലും. അപ്പോൾ എപ്പോഴും നമുക്ക് എരിവുള്ള സ്നാക്സ് തന്നെ തയ്യാറാക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. 2 ബാച്ചാണ് എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ളത്. ഒരു 3 പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴത്തിനെ ഞാനിപ്പോൾ 6 പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഞാനിത് ചൂടോടുകൂടി തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് എടുത്തതാണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് കാണിക്കാം. ഇത് കണ്ടല്ലോ, നല്ല ചൂട് കാരണം ഒന്നും ഇതാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ കൂടെ ചേർത്ത് കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്യുക.